ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. അപ്പം നമ്മുടെ കായ പഴുത്തു കേട്ടോ. അന്ന് ഞാനൊരു കൊല കായ കാണിച്ചിരുന്നല്ലോ, കുടപ്പനൊടിക്കുന്നതൊക്കെ. അപ്പോൾ അത് കുടപ്പനൊടിച്ച് ഞാൻ തോരനൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ പഴുത്തു കേട്ടോ. അപ്പോൾ കായ വെട്ടി വച്ചു, അത് നല്ലപോലെ പഴുത്തു. അപ്പോൾ കായ പഴുത്തപ്പോൾ വിചാരിച്ചു റാഗി പൊടി ഇരിക്കുന്നുണ്ട്, അപ്പോൾ റാഗി കൊണ്ട് ഇന്നൊരു പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് റാഗി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തു. അതിനുശേഷം അതൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു കേട്ടോ. ഒരുപാട് അങ്ങനെ വറുക്കൊന്നും വേണ്ട, ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങും, അത് നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഈ റാഗി പൊടി ധാരാളം വിറ്റാമിനൊക്കെ ഉള്ളതല്ലേ, ധാരാളം പ്രോട്ടീൻ ഉള്ളതല്ലേ. അപ്പോൾ ഇതിന് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും വെയിറ്റ് ലോസിനും ഒക്കെ വളരെ നല്ലതാണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതല്ലേ ഈ റാഗി കഴിക്കുന്നത്. പണ്ടൊക്കെ കുട്ടികൾക്ക് ഇത് ഈ പൊടി പാലിൽ കുറുക്കി കൊടുക്കും. മുതിർന്നവർ കഴിക്കൽ കുറവായിരുന്നു. മുതിർന്നവരും ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു കഷ്ണം രാവിലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല, വേറെ ഭക്ഷണം കഴിക്കാനൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ദിവസം ഒരു റാഗിയുടെ ഒരു ആഹാരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ റാഗിപ്പൊടി ചൂടാറിയപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടോ. അതിലേക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്ത്, ഉപ്പ് നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന മാതിരി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു. എല്ലാ സ്ഥലത്തും നെയ്യും ഉപ്പും ചെല്ലാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് സാധാരണ പുട്ടിനെ നനയ്ക്കുന്നത് മാതിരി നനച്ചെടുക്കാം. സാധാരണ കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാരണ പുട്ടിനെ നനയ്ക്കുന്നത് മാതിരി കൈ കൊണ്ട് ഇങ്ങനെ വിരകി കുഴയ്ക്കണം കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്തൊന്നും കുഴയ്ക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ എല്ലാ ഭാഗത്തും നനവെത്തുന്ന മാതിരി നമ്മളിങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തളിച്ച് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം. സാധാരണ അരിപ്പൊടിയൊക്കെ നനയ്ക്കുന്നത് മാതിരി തന്നെയാണ് ഈ റാഗിപ്പൊടി നനയ്ക്കുന്നത്. ഇതാ ഇങ്ങനെ നനച്ച് വരുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിമാരി ഇരിക്കണം കേട്ടോ. ഒരു ഉരുണ്ട് ഇങ്ങനെ ഇരിക്കണം. അതിന് ശേഷം അതിങ്ങനെ ഉലർത്തി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉലർന്ന് കിടക്കുകയും വേണം. അതാണ് പുട്ടിൻ്റെ നനയുടെ കണക്ക്. ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ നനച്ചെടുത്തു കേട്ടോ. ഇതുപോലെ കൊട്ടയൊക്കെ ഇല്ലാണ്ട് നല്ലപോലെ ഇങ്ങനെ നനച്ചെടുത്തു. നല്ലപോലെ ഇങ്ങനെ ഉലർന്ന് കിടക്കണം. എല്ലാ സ്ഥലത്തും നല്ല നനവെത്തി ഇങ്ങനെ ഉലർന്ന് കിടക്കണം. അതാണ് പുട്ടിൻ്റെ നനവ്. അതിൻ്റെ കട്ടയൊക്കെ ഞാനിങ്ങനെ ഉടച്ചെടുത്തു കേട്ടോ. നല്ല പുട്ടുപൊടിയായി, നല്ല സോഫ്റ്റാക്കി എടുത്തു ഈ പുട്ടുപൊടി, ഈ റാഗിപ്പൊടി. അതിനുശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണ മാതിരി തന്നെ പുട്ടുണ്ടാക്കാം. സാധാരണ പുട്ടുണ്ടാക്കണ മാതിരി കുറച്ച് തേങ്ങ എടുത്തു, സാധാരണ പുട്ടുകണ്ണ ഇട്ടു. പുട്ടുകണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തു. ഒരു സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിരുന്ന റാഗി പൗഡർ, അതിനുശേഷം നമുക്ക് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്തൊന്നും ഇടണ്ട, വെറുതെ അങ്ങനെ ഇട്ടാൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂണ് റാഗി പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തു. വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു.
വീണ്ടും റാഗിപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ നമുക്കിടാം. വീണ്ടും റാഗിപ്പൊടി ഇട്ടു. വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും റാഗിപ്പൊടി ഇട്ടു. വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു. അങ്ങനെ പുട്ടുകണയിൽ റാഗിപ്പൊടിയും തേങ്ങ ഇങ്ങനെ ഇടകലർത്തി മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം അത് അടച്ചു വെച്ചു. പുട്ടുകുടത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചു. പുട്ട് നല്ല റെഡിയായി കേട്ടോ. പുട്ട് നല്ല പാകമായിട്ട് വന്നു. പുട്ട് കുത്തിയെടുത്തു. പഴം പുഴുങ്ങിയതും വെച്ചിട്ടുണ്ടായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.